സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2021 ഓഗസ്റ്റ് 15 തീയതിയിലെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ഇന്ന് ഓഗസ്റ്റ് 15, ഇന്ത്യ 75ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഈ വേളയിൽ ഓരോ വ്യക്തികൾക്കും JD's കറണ്ട് അഫേഴ്സിന്റെ പേരിൽ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. നമുക്കറിയാം, കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ്. കാരണം അത്രയ്ക്ക് കോമ്പറ്റീഷൻസ് ഉണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഓരോ ദിവസത്തെയും പ്രയത്നമാണ്. നമ്മൾ ഓരോ ദിവസം പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു എക്സാമിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. Who will be made the brand ambassador of adventure tourism of Kerala? കേരളത്തിന്റെ സാഹസിക ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി ആരെ നിയമിക്കും? PR ശ്രീജേഷ്. ഈ പ്രാവശ്യം ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ നേടിയ ടീമിലെ ഗോൾ കീപ്പർ PR ശ്രീജേഷിനെ കേരളത്തിന്റെ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിക്കുമെന്ന് മിനിസ്റ്റർ ഫോർ പബ്ലിക് വർക്ക്സ് ആൻഡ് ടൂറിസം PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. How many dams under Kerala will be covered under Dam Rehabilitation and Improvement Project DRIP Phase 2? കേരളത്തിന് കീഴിലുള്ള എത്ര അണക്കെട്ടുകൾ ഡാം പുനരധിവാസ മെച്ചപ്പെടുത്തൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തും? ഡാംസ്. വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള 16 ഡാംസും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ 15 ഡാംസുമാണ് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെയുള്ള ഡാം റിഹാബിലേഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ദീർഘകാല അണക്കെട്ട് സുരക്ഷാ സംരംഭത്തെ പിന്തുണയ്ക്കുന്നതിനായി ഓഗസ്റ്റ് 5 കേന്ദ്രവും വിവിധ സംസ്ഥാനങ്ങളും ലോകബാങ്കും $250 മില്യൺ പദ്ധതിയിൽ ഒപ്പുവെച്ചിരുന്നു. ഇതിൽ 120 ഡാമുകളാണ് 10 സംസ്ഥാനങ്ങളിലായിട്ട് ഡാം റിഹാബിലേഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് പ്രൊജക്ടിന്റെ കീഴിൽ കൊണ്ടുവരുന്നത്. Who is the director of Akama, a short film that has earned a Grandmaster certification from Asia Book of Records? ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നിന്ന് ഗ്രാൻഡ് മാസ്റ്റർ സർട്ടിഫിക്കേഷൻ നേടിയ അക്കാമ എന്ന ഹ്രസ്വചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? ആൽഡോ എ ക്ലെമന്റ്. ചുഴലിക്കാറ്റിൽ അമ്മാവനെ നഷ്ടപ്പെട്ട ആൽഡോ എ ക്ലെമന്റിന്റെ ദാരുണമായ നഷ്ടത്തിന്റെ നേരിട്ടുള്ള അനുഭവം മറ്റു പലരുടെയും അനുഭവങ്ങളും പങ്കുവെക്കാനുള്ള ആഗ്രഹത്തിൽ 15 മിനിറ്റ് ദൈർഘ്യമുള്ള അക്കാമ ആ കാറ്റും മഴയും എന്ന ഷോർട്ട് ഫിലിമിലൂടെ പിറന്നു. ഈ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നിലയിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ നിന്ന് ഗ്രാൻഡ് മാസ്റ്റർ സർട്ടിഫിക്കറ്റും നേടി. കൂടാതെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റും. പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ഡിക്ലെയർഡ് 14th ഓഗസ്റ്റ് ആസ് വിച്ച് ഡേ? പാർട്ടിഷൻ ഹൊറേഴ്സ് റിമംബ്രൻസ് ഡേ. 1947 ഇന്ത്യ വിഭജനം മൂലം ഇന്ത്യക്കാർ അനുഭവിച്ച വേദന അംഗീകരിക്കാൻ 2021 ഓഗസ്റ്റ് 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് 14 പാർട്ടിഷൻ ഹൊറേഴ്സ് റിമംബ്രൻസ് ഡേ എന്ന പേരിൽ ആചരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. വിച്ച് is the only unit in India that is authorized to manufacture and supply Indian flag? ഇന്ത്യൻ പതാക നിർമ്മിക്കാനും വിതരണം ചെയ്യാനും അധികാരമുള്ള ഇന്ത്യയിലെ ഏക യൂണിറ്റിന്റെ പേര്? കർണാടക ഖാദി ഗ്രാമോദ്യ സംയുക്ത സംഘ KKGSS. കർണാടകയിലെ ഹുബാളിയിലുള്ള ബംഗരി എന്ന സ്ഥലത്ത് ഖാദി ഗ്രാമോദ്യ സംയുക്ത സംഘ KKGSSന് മാത്രമേ ഇന്ത്യൻ പതാക നിർമ്മിക്കാനും വിതരണം ചെയ്യാനുമുള്ള അധികാരമുള്ളൂ. 2020 ഏപ്രിൽ മുതൽ ജൂലൈ വരെ 56 ലക്ഷം രൂപയായിരുന്നു വരവ്. എന്നാൽ അത് ഈ വർഷം 92 ലക്ഷത്തിലേക്ക് ഉയർന്നുവെന്ന് KKGSS അറിയിച്ചു. What is the name of the 17th Karmappa whom the Sikkim government is
planning to bring back to India? സിക്കിം സർക്കാർ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന 17ാമത്തെ കർമ്മപ്പയുടെ പേരെന്താണ്? ഉഖ്യൻ ട്രിനെല്ലി ഡോജെ. ടിബറ്റിൽ ജനിച്ച എന്നാൽ 14 വയസ്സായപ്പോഴേക്കും ഇന്ത്യയിലേക്ക് എത്തിയ ഉഖ്യൻ ട്രിനെല്ലി ഡോജെ പിന്നീട് ഇന്ത്യയിൽ തന്നെയായിരുന്നു. പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിന്റെ ബുദ്ധിമുട്ടുകളും പല കാരണങ്ങൾ കാരണം അദ്ദേഹം 2017 ഇന്ത്യ വിട്ടു. ഇപ്പോൾ സിക്കിം ഗവൺമെന്റ് വീണ്ടും അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. Which player has been named the ICC Men's Player of the Month of July 2021? 2021 ജൂലൈ മാസത്തിലെ ICC മെൻസ് കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട താരം ഏതാണ്? ഷക്കീബ് അൽ ഹസൻ. ബംഗ്ലാദേശിന്റെ ഓൾറൗണ്ടർ ഷക്കീബ് അൽ ഹസൻ ആണ് 2021 ജൂലൈ മാസത്തിലെ ICC മെൻസ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ജൂലൈ മാസത്തിലെ ICC വുമൻസ് പ്ലെയർ ജമൈക്കൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള സ്റ്റെഫാനി റോക്സാൻ ടൈലറും. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ കൂടി ഓരോ വ്യക്തികൾക്കും ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.